കേരള സർവകലാശാല സ്റ്റാൻഡിംഗ് കൗൺസിൽ അഡ്വക്കേറ്റ് തോമസ് എബ്രഹാം രാജിവെച്ചു. ബി.സി സ്വന്തം നിലയ്ക്ക് അഡ്വക്കേറ്റ് ഗിരിജ ഗോപാലിനെ നിയമിച്ച സാഹചര്യത്തിലാണ് പ്രതിഷേധ രാജി. രാജിക്കത്ത് സർവകലാശാല രജിസ്ട്രാർക്ക് കൈമാറി. തന്നെ മാറ്റിയത് ചട്ടവിരുദ്ധമെന്ന് രാജിക്കത്തിൽ തോമസ് എബ്രഹാം പറയുന്നുണ്ട്. സനീറ്റയാണ് വിവരങ്ങളുമായി ചേർത്തത്. സനീറ്റ, കഴിഞ്ഞ 10 വർഷമായിട്ട് ഹൈക്കോടതിയിൽ കേരള സർവകലാശാലയുടെ സ്റ്റാൻഡിംഗ് കൗൺസിലാണ് അഡ്വക്കേറ്റ് തോമസ് എബ്രഹാം. ഏകപക്ഷീയമായി വി.സി അദ്ദേഹത്തെ മാറ്റുന്നു. ആ ഏകപക്ഷീയവും ചട്ടവിരുദ്ധവുമാണ് തന്നെ മാറ്റിയതിന് പിന്നിലെന്നുള്ള പ്രതിഷേധം തോമസ് എബ്രഹാം അറിയിച്ചിരുന്നു. അത് രജിസ്ട്രാറെ കത്തിലൂടെ അടക്കം അറിയിച്ചതാണ്. ഇപ്പം ഏറ്റവും ഒടുവിൽ അദ്ദേഹം രാജിവെക്കുകയാണ്. വിവരങ്ങൾ തീർച്ചയായിട്ടും സേതു ഒരു പ്രതിഷേധ രാജി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തരത്തിൽ ഈ നിയമനവുമായി ബന്ധപ്പെട്ട് സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനവുമായി ബന്ധപ്പെട്ട് വി.സിയും സിൻഡിക്കേറ്റ് തർക്കം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ സ്വന്തം നിലയ്ക്ക് അഡ്വക്കേറ്റ് ഗിരിജ ഗോപാലിനെ നിയമിച്ച സാഹചര്യത്തിൽ ഈ പ്രതിഷേധ രാജിയുമായി അഡ്വക്കേറ്റ് തോമസ് എബ്രഹാം രംഗത്തെത്തുന്നത്. ഈ രാജിക്കത്തിൽ സർവകലാശാല രജിസ്ട്രാർമാർക്ക് കൈമാറിയിട്ടുണ്ട്. ഇതിൽ ഈ രാജിക്കത്തിൽ രൂക്ഷമായ വിമർശനമാണ് ഇദ്ദേഹം നടത്തുന്നത്. ഈ വൈസ് ചാൻസലർക്കെതിരെ ഇത്തരത്തിൽ പറയുന്നത്, രാജിക്കത്തിൽ പറയുന്നത് തന്നെ മാറ്റാൻ വി.സിക്ക് അധികാരമില്ലെന്നും ഈ സ്റ്റാൻഡിംഗ് കൗൺസിലിനെ നിയമിക്കാനോ നീക്കം ചെയ്യാനോ അധികാരമുള്ളത് സിൻഡിക്കേറ്റിന് തന്നെയാണെന്നുമാണ് ഇത്തരത്തിൽ ഈ രാജിക്കത്തിൽ ഇദ്ദേഹം വ്യക്തമാക്കുന്നത്. വി.സിയുടെ നിയമവിരുദ്ധ നടപടികളും രാജിക്കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാത്രമല്ല ഇതിൽ പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് സെക്ഷൻ 10-13 ഉപയോഗിച്ച് സിൻഡിക്കേറ്റിന്റെ അധികാരത്തിൽ മറികടക്കാൻ ഒരു വി.സിമാർക്കോ കഴിയില്ല എന്നുള്ള രൂക്ഷമായ വിമർശനം തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിൽ ഹൈക്കോടതിയിൽ ഉൾപ്പെടെ ഇതിന്റെ ഹർജി പോയ സാഹചര്യം ഉണ്ടാകുന്നു. ഇടത് സിൻഡിക്കേറ്റ് അംഗമായ ടി.ആർ. പ്രമോദ് ആയിരുന്നു ഇത്തരത്തിൽ ഹൈക്കോടതിയിൽ റിട്ട് സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും വലിയ ഒരു വിവാദങ്ങൾക്കായിരുന്നു ഇത്തരത്തിൽ ഈ നിയമനം ഒരു സാഹചര്യം ഒരുക്കിയത്. കഴിഞ്ഞ ഈ സന്ദർഭങ്ങളിലുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തരത്തിൽ ഗവർണറും വി.സിയുടെയും രാഷ്ട്രീയപരമായ പല നിയമനങ്ങളും വലിയ വിവാദങ്ങൾക്ക് സാഹചര്യം ഒരുക്കിയിരുന്നു. കേരളത്തിലെ സർവകലാശാലകളെ കാൽവൽക്കരിക്കപ്പെടുത്തുവാൻ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ അജണ്ടകൾ ഇത്തരത്തിൽ സർവകലാശാലയിലേക്ക് കൊണ്ടുവരുവാനാണ് ഇത്തരത്തിൽ നിയമനങ്ങൾ നടത്തുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് മുൻകാലങ്ങളിൽ ഈ ഇടക്കാലമായി ഇത്തരത്തിൽ കാർഷിക സർവകലാശാലയിലും ഇത്തരത്തിൽ വി.സി നിയമനം ഉണ്ടായിരുന്നു. എന്നാൽ അതിലൊക്കെ വലിയ പ്രതിഷേധമായിരുന്നു ഇടത് വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയിരുന്നത്. അതിന് സമാനമായാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു നിയമനത്തിന്റെ സാഹചര്യം ഉണ്ടായിരുന്നത്. എം.ജി സർവകലാശാലയിലും ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രേരിതമായ സാഹചര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. എന്തായാലും വലിയ പ്രതിഷേധങ്ങളിലാണ് ഇനി വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ ഇടത് വിദ്യാർത്ഥി സംഘടനകൾ മുന്നോട്ട് വരിക എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവർ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. എന്തായാലും ഇപ്പോൾ ഈ വിവാദ നിയമനത്തിൽ സ്വന്തം നിലയ്ക്ക് രാജിവെച്ച് പ്രതിഷേധം അറിയിക്കുകയാണ് അഡ്വക്കേറ്റ് തോമസ് എബ്രഹാം. ശരി സനീറ്റ.